അപ്പോൾ നമ്മൾ പത്രവാർത്തകളിൽ തുടങ്ങുന്നു അല്ലേ? ഇന്ന് മറ്റെല്ലാ വാർത്തകൾക്കുമൊപ്പം നമ്മുടെ ഓർഡർ തെറ്റിയിട്ടുണ്ടല്ലോ. നമ്മൾ ആദ്യം 2-3 വാർത്തകൾ കൊടുത്തിട്ടാണ് സാധാരണഗതിയിൽ പത്രവാർത്തകളിലേക്കൊക്കെ പോകാറുള്ളത്. ആ വാർത്തകൾ വരുന്നതേ ഉള്ളൂ കുമാർ അല്ലേ? അപ്പോൾ നമുക്ക് വാർത്തയിലെ മറ്റു പ്രധാനപ്പെട്ട വാർത്തകൾക്കൊപ്പം പ്രേക്ഷകർക്ക് വളരെ സന്തോഷകരമായ എന്നാൽ നമ്മളെയൊക്കെ അമ്പരപ്പിക്കുന്ന ആശങ്കപ്പെടുത്താനും സാധ്യതയുള്ള ഒരു വാർത്തയിലേക്കാണ് ഞാൻ പ്രേക്ഷകരെ ക്ഷണിക്കുന്നത്. മലയാള മനോരമയാണ്. മലയാള മനോരമയിലെ ആദ്യ പേജിൽ തലച്ചോറിൽ ചിപ്പ് ഘടിപ്പിച്ച ന്യൂറലിങ്ക് പരീക്ഷണം വിജയമെന്ന് ഇലോൺ മസ്ക് പറഞ്ഞിരിക്കുന്നു. അതിൻ്റെ വിശദാംശങ്ങൾ പത്രത്തിൻ്റെ ആദ്യ പേജിലുണ്ട്, ഉൾപേജിലും കൊടുത്തിരിക്കുന്നു. അതിന് കൊടുത്തിരിക്കുന്ന പേര് ലോകം ടെലിപ്പതിയിലേക്ക് എന്നാണ് അതിൻ്റെ തലക്കെട്ട്. ടെലിപ്പതി എന്നാണ് ഇലോൺ മസ്ക് അതിനെ വിശേഷിപ്പിക്കുന്നത്. തലച്ചോറിൽ ഈ ചിപ്പ് ഘടിപ്പിക്കുന്നു. ആ ചിപ്പ് ഘടിപ്പിക്കുന്നത് കൊണ്ട് നിങ്ങളുടെ തലച്ചോറിലെ വികാരങ്ങളും വിചാരങ്ങളും കമ്പ്യൂട്ടറിലേക്കോ മൊബൈൽ ഫോണുകളിലേക്കോ തത്സമയം അത് വിനിമയം ചെയ്യുന്നു. അങ്ങനെ നിങ്ങൾ ഒരു പാട്ട് കേൾക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആഗ്രഹം ഉണ്ടാകുന്ന സമയത്ത് തന്നെ മൊബൈൽ ഫോണിലെ ആപ്പിലേക്ക് ആ സന്ദേശം എത്തുകയും ആ പാട്ട് പ്രവർത്തിക്കുകയും ചെയ്യും. പ്രത്യേകിച്ചും ഇലോൺ മസ്ക് പറയുന്ന വളരെ രസകരമായൊരു വാചകമുണ്ട്. നമ്മൾ സ്റ്റീഫൻ ഹോക്കിങ്ങിനെ കുറിച്ച് കേട്ടിട്ടുണ്ട്. സ്റ്റീഫൻ ഹോക്കിങ്ങിന് സഞ്ചരിക്കാൻ കഴിയില്ല. അദ്ദേഹത്തിന് ഈ ന്യൂറോ ഡിസോർഡർ ബാധിച്ചതുകൊണ്ട് തന്നെ അദ്ദേഹം വീൽ ചെയറിലാണ് സഞ്ചരിക്കുന്നത്. അപ്പോൾ കൈകൊണ്ട് എഴുതാൻ കഴിയാത്തത് കൊണ്ട് അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ചിന്തിക്കുന്നത് എഴുതാൻ കഴിഞ്ഞിരുന്നുവെങ്കിൽ ഇന്ന് ലോകം ആഗ്രഹിച്ചിരുന്നില്ലേ എന്ന് ഇലോൺ മസ്ക് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ചലനശേഷി പൂർണ്ണമായി നഷ്ടപ്പെട്ടവർക്ക് ക്ലിനിക്കൽ ട്രയൽ നടത്താനുള്ള ഒരു അവസരം കൂടി ഒരുങ്ങുന്നു എന്നതാണ് ആ വാർത്ത. ലോകം ടെലിപ്പതിയിലേക്ക്. അപ്പോൾ ഇനി പ്രേക്ഷകർ ആഗ്രഹിച്ചാൽ മതി, ആഗ്രഹിക്കുന്നത് ആപ്പിലേക്ക് എത്തും. അത് മൊബൈൽ ഫോൺ നിങ്ങൾക്ക് സാധാരണ വീട്ടിലേക്ക് കയറുമ്പോൾ നമ്മൾ ഈ നേരത്തെ ഉണ്ടായിരുന്നല്ലോ അലക്സ എന്നൊക്കെ പറയുന്നത് പോലെ ഇനി ചിന്തിച്ചാൽ മതി, അങ്ങനെ പറയുക പോലും വേണ്ട. ചിന്തിക്കുമ്പോൾ തന്നെ മെഷീൻ അത് നിങ്ങൾക്ക് നടപ്പിലാക്കി തരും എന്നുള്ളതാണ്. ഇതിൻ്റെ പേരാണ് ടെലിപ്പതി. ന്യൂറലിങ്ക് കമ്പനിയാണ് ഈ പരീക്ഷണം നടത്തിയിരിക്കുന്നത്. ആദ്യ പരീക്ഷണം വിജയമാണ് എന്നാണ് ഇലോൺ മസ്ക് പറയുന്നത്. ഒരു മനുഷ്യൻ്റെ തലച്ചോറിലേക്ക് ഈ ചിപ്പ് കടത്തിവിട്ടിട്ടുണ്ട്. അദ്ദേഹം ഇപ്പോൾ സുഖം പ്രാപിച്ചു വരുന്നു. ചിപ്പെന്ന് പറയുന്നത് 64 ചെറുനാരുകളാണ്. മുടിനാരിഴയേക്കാൾ ചെറിയ 64 ചെറിയ നാരുകൾ. അത് 1024 ഇലക്ട്രോഡുകളുണ്ട് അതിൻ്റെ ഉള്ളിൽ. ആ ഇലക്ട്രോഡുകളാണ് നമ്മുടെ വിചാരങ്ങളെ മെഷീനിലേക്ക് കൊണ്ടുപോകുന്നത്. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. എന്നാൽ ചില വിമർശനവും ഉണ്ടാവുന്നുണ്ട്. മനുഷ്യൻ്റെ സ്വകാര്യത, ഇത്തരം ചിന്തകൾ അതിനെയൊക്കെ വിനിമയം ചെയ്യുമോ എന്ന തരത്തിൽ, അല്ലെങ്കിൽ വ്യാപാരം ചെയ്യുമോ എന്ന തരത്തിലുള്ള ചില ആശങ്കകളും. ഒരു മീറ്റിംഗിൽ ഇരിക്കുക അല്ലെങ്കിൽ ജോലിക്കിടയിലാണ് പാട്ട് കേൾക്കണം തോന്നിയാൽ പാട്ട് കേൾക്കുന്നതൊക്കെ സഹിക്കാം. വേറെ ചില ആപ്പുകളിലേക്കൊക്കെ പോയി എന്തായിരിക്കും അവസ്ഥ എന്നുള്ളതാണ് നികേഷ് കുമാർ അല്ലേ? നമ്മൾ ആലോചിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇന്ന ആളെ കുറിച്ച് ചിലപ്പോൾ അറിയാതെ വിളിച്ചേക്കും. ഒന്ന് വിളിച്ചിരുന്നാൽ കൊള്ളാം എന്ന് തോന്നുകയും. വാർത്ത വായിക്കുമ്പോൾ ഓരോരോ ആളുടെയും മനസ്സിൽ ചിപ്പുണ്ടെങ്കിൽ ഏതൊക്കെ കാര്യങ്ങളായിരിക്കും ആലോചിക്കുന്നുണ്ട്. വളരെ കോമഡി ആയിരിക്കും. മാത്രമല്ല വാർത്തയുടെ ബ്രേക്കിംഗ് കഴിഞ്ഞെത്തി ഈ വാർത്താ അവതാരകർക്ക് ഈ ചിപ്പ് ഘടിപ്പിച്ചാൽ എന്തായിരിക്കും അവസ്ഥ എന്ന് ആലോചിച്ച് നോക്കൂ. നമ്മൾ നിയമസഭ അഭിപ്രായം പറഞ്ഞിട്ട് ഈ ഓഫ് ക്യാമറയിൽ നമ്മൾ ചില അഭിപ്രായങ്ങൾ പറഞ്ഞു. ഇത് ഓൾറെഡി ലോകം കേൾക്കുമല്ലോ. അപ്പോൾ മനുഷ്യന്റെ സ്വകാര്യത അല്ലെങ്കിലും പല രൂപത്തിൽ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുക. ടെലിപ്പതിയുമായി ബന്ധപ്പെട്ടൊരു വാർത്തയാണ്. ആദ്യ പേജിൽ രഞ്ജിത്ത് ശ്രീനിവാസന്റെ കൊലക്കേസും സോറന്റെ വാർത്തയും ഒക്കെ വിശദമായി തന്നെ മനോരമ നൽകിയിട്ടുണ്ട്. ഉൾപേജിലേക്ക് എത്തിയാൽ മറ്റൊരു വളരെ പ്രധാനപ്പെട്ട വാർത്തയല്ല, നമ്മൾ എഡിറ്റോറിയൽ പേജിലേക്ക് എത്തുമ്പോൾ ജോമി തോമസിൻ്റെ ഈ വകയുണ്ടാകും പ്രചരണത്തിന് ഇൻറ്റീരിയം ബഡ്ജറ്റാണ് നാളെ വരാൻ പോകുന്നതെങ്കിലും ആ ഇൻറ്റീരിയം ബഡ്ജറ്റിൽ ഇലക്ഷനെ മുന്നിൽ കണ്ടുകൊണ്ടുള്ള സുപ്രധാനമായ ചില പ്രഖ്യാപനങ്ങൾ ഉണ്ടായേക്കാനുള്ള സാധ്യതയുണ്ട്. കാരണം നേരത്തെയുള്ള ചില ഇടക്കാല ബഡ്ജറ്റിൻ്റെ ചരിത്രം കൂടി പറയുന്നുണ്ട്. ഇപ്പോൾ ജസ്വന്ത് സിംഗ് അവതരിപ്പിച്ചത്, പ്രണബ് മുഖർജി അവതരിപ്പിച്ചത്, പി ചിദംബരം അവതരിപ്പിച്ചത്, ഇവരുടെയൊക്കെ കാലത്ത് ഇൻറ്റീരിയം ബഡ്ജറ്റാണ് അവതരിപ്പിച്ചതെങ്കിലും തെരഞ്ഞെടുപ്പിനെ മുന്നിൽ കണ്ടുകൊണ്ടുള്ള വലിയ പ്രഖ്യാപനങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് എന്നാണ് പറയുന്നത്. മോഡികൂട്ടൻ ഏതൊക്കെ രീതിയിൽ ആയിരിക്കും ഈ പ്രഖ്യാപനങ്ങൾ ഉണ്ടാവുക എന്നത് വരും മണിക്കൂറുകളിൽ നമുക്ക് കാണാം. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത ഉള്ളത് കേരളത്തിന് കിട്ടാനുള്ളത് യഥാർത്ഥത്തിൽ 57,000 കോടിയാണോ എന്ന് ഇന്നലെ നമ്മൾ നിയമസഭയിലെ ചർച്ചയുമായി ബന്ധപ്പെട്ട് നമ്മളടക്കം വലിയ ചർച്ചകളൊക്കെ നടത്തിയിരുന്നു. അതിൽ പത്രം പറയുന്ന രസകരമായ ചില കണക്കുകളുണ്ട്. അത് പ്രതിപക്ഷ നേതാവിൻ്റെ കണക്കുകൾ പത്രം എടുക്കുന്നുണ്ട്. ഈ കൊട്ടിഘോഷിച്ച ലൈഫ് മിഷൻ പദ്ധതി വിഹിതമായി നീക്കിവെച്ച് 717 കോടിയിൽ നൽകിയത് വെറും 3.76%. നിലവിൽ ആകെ ശരിക്കും സംസ്ഥാനത്തിന് കിട്ടാനുള്ളത് 3200 കോടി രൂപ മാത്രമാണ് എന്ന് പ്രതിപക്ഷം പറഞ്ഞത്. പത്രം പറയുന്നതിനോടൊപ്പം തന്നെ നികുതി ചോർച്ച ഭരണപക്ഷം സമ്മതിച്ചു എന്നുകൂടി പത്രം അതിൻ്റെ
റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. കാരണം ഇന്നലെ CH കുഞ്ഞമ്പുവും ഒപ്പം ചീഫ് വിപ്പ് N ജയരാജും രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഉന്നയിച്ചിരുന്നു. അതിൽ സ്വർണ്ണ വ്യാപാര മേഖലയിൽ നിന്ന് വേണ്ടത്ര നികുതി പിരിച്ചു കിട്ടുന്നില്ല എന്ന വിവരം, അതിൽ നികുതി ചോർച്ച ഉണ്ടാവുന്നു എന്ന വിവരം N ജയരാജാണ് പറഞ്ഞത്. കുഞ്ഞമ്പു പറഞ്ഞത് GST വന്നപ്പോൾ ഈ ചെക്ക് പോസ്റ്റുകൾ ഇല്ലാതായതോടെ അതിർത്തി വഴി നികുതി ചോർച്ച സംഭവിക്കുന്ന കാര്യവും ഭരണപക്ഷത്തുള്ള 2 MLA-മാർ ചൂണ്ടിക്കാട്ടിയത് നികുതി ചോർച്ചയുണ്ട് എന്നത് ഭരണപക്ഷത്തെ MLA-മാർ അംഗീകരിച്ചു എന്ന രീതിയിലാണ് പത്രം ഒരു പ്രധാനപ്പെട്ട വാർത്തയായി തന്നെ നൽകിയിരിക്കുന്നത്. ഇതാണ് മനോരമയിലെ പ്രധാനപ്പെട്ട വാർത്തകൾ നമ്മൾ പ്രേക്ഷകരുമായി എത്തിക്കുന്നത്. നികേഷ് കുമാർ. അല്ല, മാതൃഭൂമിയിലേക്ക് വരുമ്പോൾ ഇപ്പോൾ രഞ്ജിത്ത് ശ്രീനിവാസൻ കേസ് തന്നെയാണ് ഏറ്റവും പ്രധാനമായിട്ട് മാതൃഭൂമി കൈകാര്യം ചെയ്തിരിക്കുന്ന. മരണശിക്ഷ 15 പേർക്ക് എന്നുള്ളത് വലിയ വാർത്തയായിട്ട് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ വിശദമായ റിപ്പോർട്ടും സെൻട്രൽ പേജിൽ അപൂർവങ്ങളിൽ അപൂർവം എന്ന തലക്കെട്ടിൽ വലിയ രീതിയിൽ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. അതാണ് ഏറ്റവും പ്രധാനമായിട്ട് പത്രം ഇന്ന് കൈകാര്യം ചെയ്തിരിക്കുന്നത്. ആലപ്പുഴയിലെ രഞ്ജിത്ത് ശ്രീനിവാസൻ്റെ മരണവുമായി ബന്ധപ്പെട്ട് മാവേലിക്കര കോടതി നടപ്പാക്കിയ ശിക്ഷ അത്യപൂർവമായ വിധിയാണ്. 15 പേർക്ക് പിന്നെ ഒറ്റയടിക്ക് വധശിക്ഷ വിധിക്കുക എന്ന് പറയുന്നത് വലിയ വിധിയാണ്. ഇന്നിപ്പോൾ നമ്മൾ കൊടുക്കുന്ന വാർത്തയിൽ അതുമായി ബന്ധപ്പെട്ട വാർത്തയാണ്. ഈ ഷാനിൻ്റെ വധവുമായി ബന്ധപ്പെട്ടാണ്. അതായത് ഷാൻ കൊല്ലപ്പെടുന്നു, അതിന് പിന്നാലെ രഞ്ജിത്ത് ശ്രീനിവാസൻ കൊല്ലപ്പെടുന്നു. അതിന് മുമ്പ് നന്ദകുമാറുണ്ട്. അപ്പോൾ അവിടെ പിന്നെ അതിൻ്റെ സംബന്ധിച്ചുള്ള അവരുടെ പരാതിയാണ്. അപ്പോൾ ഒരു വശത്ത് എന്തായാലും ഈ പറയുന്ന വളരെ നിർണായകമായൊരു വിധി പ്രഖ്യാപനമായിരുന്നു ഈ നടന്നത് എന്ന കാര്യത്തിൽ സംശയമില്ല. അതാണ് ഏറ്റവും പ്രധാനമായിട്ട് ഇന്ന് മാതൃഭൂമി പത്രം കൈകാര്യം ചെയ്തിരിക്കുന്നത്. അതിനൊപ്പം തന്നെ വെള്ളിയാഴ്ച കേന്ദ്ര സർക്കാരിനെതിരെ ഒരു പ്രമേയം കൊണ്ടുവരുന്ന കാര്യം ആലോചിക്കുന്നുണ്ട് സംസ്ഥാന സർക്കാർ നിയമസഭയിൽ. അതായത് വെള്ളിയാഴ്ച ഈ കേന്ദ്ര സർക്കാരിൻ്റെ അവഗണനയ്ക്ക് ബാലഗോപാൽ അത് പ്രസംഗത്തിൽ സൂചിപ്പിച്ചിരുന്നു. അപ്പോൾ അത് അങ്ങനെ ഒരു പ്രമേയം വന്നാൽ സ്വാഭാവികമായും വെട്ടിലാവുക പ്രതിപക്ഷമാണ്. കാരണം വെച്ചാൽ കേന്ദ്രത്തിൻ്റെ എതിരായിട്ടുള്ള പ്രമേയത്തിനെ പിന്തുണയ്ക്കണമോ വേണ്ടയോ എന്നുള്ള ആശയക്കുഴപ്പം അതിശക്തമായിട്ട് UDF നിലനിൽക്കുന്നുണ്ട്. അതെങ്ങനെ മുതലെടുക്കാമെന്നാണ് ഭരണപക്ഷം ആലോചിക്കുന്നത്. ആ അർത്ഥത്തിൽ അതൊരു വലിയ സംഭവമായി മാറാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതാണ് ഫ്രണ്ട് പേജിൽ കൈകാര്യം ചെയ്തിരിക്കുന്ന പ്രധാനപ്പെട്ട വാർത്ത. അതുപോലെ തന്നെ CPM കേന്ദ്ര കമ്മിറ്റി ഇന്നലെ എടുത്തിരിക്കുന്ന കോൺഗ്രസിനെതിരെ കടുപ്പിച്ച് CPM എന്നൊരു വാർത്ത പിന്നെ മാതൃഭൂമി കേരളത്തിലെ കോൺഗ്രസ് അതെന്താ വെച്ചാൽ കോൺഗ്രസിനെതിരെ ആ രീതിയിലല്ല. അതായത് വിവിധ സംസ്ഥാനങ്ങളിൽ പിന്നെ BJPയോട് മത്സരിക്കുകയാണ് ഹിന്ദുത്വ പറയുന്നതിനകത്ത്. അപ്പോൾ അവിടെ അതുമാത്രമല്ല ഐക്യം ശക്തിപ്പെടുത്തുന്നതിൽ കോൺഗ്രസിന് വീഴ്ച വരുന്നുമുണ്ട്. അതെ. അപ്പോൾ അതുകൊണ്ട് അത് CPM വളരെ മുന്നോട്ട് വയ്ക്കുന്ന ഒരു ആശയം എന്ന് പറഞ്ഞത് കോൺഗ്രസ് വളരെ ശ്രദ്ധിക്കണമെന്നും കോൺഗ്രസ് വീഴ്ച വരുത്തുന്നുണ്ട് എന്നും, എന്നാൽ CPM കേരളത്തിന് പുറത്ത് വിവിധ സംസ്ഥാനങ്ങളിൽ കോൺഗ്രസുമായി സഹകരിക്കുമെന്നും പറയുന്ന കേന്ദ്ര കമ്മിറ്റി നിലപാട് വളരെ ശക്തമായിട്ട് ഇതിനകത്ത് ഉന്നയിച്ചിട്ടുണ്ട്. ഇതാണ് ഏറ്റവും പ്രധാനമായിട്ട് പറയുന്നത്. പക്ഷേ ഞാൻ ഇതിനകത്ത് പറയാൻ ഉദ്ദേശിച്ചൊരു കാര്യം എന്ന് വെച്ചാൽ, ഇപ്പം നേരത്തെ അരുണ് മനോരമ പത്രത്തിൻ്റെ ഫ്രണ്ട് പേജിൽ മനോരമയുടെ ഹെഡിന് താഴെ കൊടുത്തിരിക്കുന്ന വാർത്തയാണ് ഇലോൺ മസ്കിൻ്റെ വാർത്ത എന്ന് പറയുന്നത്. ഇപ്പോൾ ഇന്നലെ സംഭവിച്ച ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്തയാണത്. ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത വെച്ചാൽ ലോക മനുഷ്യരാശി ഇനി എങ്ങോട്ട് സഞ്ചരിക്കാൻ പോകുന്നു എന്നതിൻ്റെ ഉത്തമമായ സൂചനയാണ് ഇലോൺ മസ്കിൻ്റെ കണ്ടുപിടുത്തം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ആ കമ്പനിയുടെ കണ്ടുപിടുത്തം എന്ന് പറയുന്നത്. നോക്കൂ, നമ്മുടെ തലച്ചോറിനകത്തേക്ക് ഒരു ചിപ്പ് സ്ഥാപിക്കുന്നു, വളരെ ഒരു മൈക്രോ ചിപ്പ് സ്ഥാപിക്കുന്നു. ആ ചിപ്പ് കൊണ്ട് നമ്മളിപ്പോൾ പെട്ടെന്ന് പറയും മൊബൈലിലേക്ക് നോക്കി നമുക്കത് കമ്പോസ് ചെയ്യാം, അല്ലെങ്കിൽ മൊബൈലിലോട്ട് ഒരു പിന്നെ പാട്ട് കേൾക്കാമെന്ന് പറയും. അങ്ങനെ മാത്രമല്ല ആ കണ്ടുപിടുത്തം അവസാനിക്കാൻ പോകുന്നത്. ഈ ചിപ്പ് നമുക്ക് ചുറ്റുവട്ടത്തിലുള്ള മറ്റെല്ലാ ചിപ്പുകളുമായും കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. ഇപ്പം നമുക്ക് ഈ കസേര ഒന്ന് അങ്ങോട്ടേക്ക് മാറ്റണം എന്ന് തോന്നുകയാണെങ്കിൽ ഈ ചിപ്പ് വഴി ആ കസേരയിൽ ഘടിപ്പിച്ചിരിക്കുന്ന ചിപ്പിലേക്ക് വയർലെസ് ആയി കമ്മ്യൂണിക്കേറ്റ് ചെയ്യും, അത് മാറുകയും ചെയ്യും. ഒരു 10-20 വർഷങ്ങൾക്ക് മുമ്പ് ഈ മിഷിയ കാക്കു എന്ന് പറയുന്ന പിന്നെ ലോകോത്തര ഫിസിസിസ്റ്റ് ആയിട്ടുള്ള ആൾ, അയാളുടെ ഫിസിക്സ് ഓഫ് ഫ്യൂച്ചർ എന്ന് പറഞ്ഞ പുസ്തകത്തിനകത്ത് ഒരു 2100 ഒരു ദിവസം എങ്ങനെയായിരിക്കും എന്ന് ഫോഴ്സ് ചെയ്യുന്നുണ്ട്. അത് വളരെ ഫിക്ഷണലായിട്ടാണ് അത് ചെയ്യുന്നത്. നമ്മൾ രാവിലെ എഴുന്നേൽക്കുന്ന ഒരു ഗ്ലാസ് എടുത്ത് വയ്ക്കുന്നു, അപ്പോൾ ആ ഗ്ലാസ്സിന് മുമ്പിലൂടെ അന്നത്തെ എല്ലാ പത്രങ്ങളും കടന്നു പോവുകയാണ്. 2100 ദിവസമാണ്. നിങ്ങൾ പിന്നെ മുറിയിലേക്ക് ചെല്ലുമ്പോൾ നിങ്ങളുടെ റോബോട്ട് നിങ്ങൾക്ക് വേണ്ട എല്ലാ ഭക്ഷണവും തയ്യാറാക്കി വെച്ചിരിക്കുന്നു. നിങ്ങളൊരു കമാൻഡ് കൊടുക്കുന്നു, പുറത്തെ പാർക്കിംഗ് ലോട്ടിൽ നിന്ന് ഒരു കാർ വന്ന് നിങ്ങളുടെ പോർട്ടിക്കോയിൽ നിൽക്കുന്നു. നിങ്ങൾ ആ കാറിലേക്ക് കയറുന്നു, നിങ്ങൾ ഓഫീസിലേക്ക് പോകുന്നു. ഇന്ന് വൈകുന്നേരം ചന്ദ്രനിലാണ് ഞാൻ സായാഹ്നം ചെലവഴിക്കാൻ തീരുമാനിക്കുന്നത്, എടുക്കുന്നു, ഞാൻ നേരെ ചന്ദ്രനിലേക്ക് പോകുന്നു. ഇത് 2100 സംഭവിക്കുമെന്ന് മിഷിയോ കാക്കു പറയുന്നതാണ്. പക്ഷേ ഇതൊരു 2050 തന്നെ സംഭവിക്കും. ഒരു പിന്നെ അടുത്ത 10-20 വർഷങ്ങൾക്കുള്ളിൽ ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്ന് പറയുന്ന സാധനം ലോകത്തെ കീഴടക്കുന്ന കാര്യത്തിൽ സംശയമില്ല. നമ്മുടെ ജീവിതം അപ്പാടെ മാറാൻ പോവുകയാണ്. ഈ സ്വകാര്യതയുടെ പ്രശ്നമൊക്കെ ഉണ്ട് എങ്കിൽ പോലും ഈ രീതിയിലായിരിക്കും നമ്മൾ മൊത്തം ലോകമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക എന്ന് പറയുന്നത്. അത്ര മഹത്തായ ഒരു കണ്ടുപിടുത്തമാണ് ഇന്നലെ ഈ നടന്നിരിക്കുന്നത്. ആ പരീക്ഷണമാണ് നടന്നിരിക്കുന്നത്. അതിൻ്റെ ആദ്യപടിയായിട്ടാണ് ഈ മൊബൈൽ ഫോണിലേക്കൊക്കെയുള്ള കാര്യങ്ങൾ വരുന്നത്. പക്ഷേ ഒരു മനുഷ്യരാശി എങ്ങോട്ടേക്കാണ് സഞ്ചരിക്കാൻ പോകുന്നത് എന്നുള്ളതിൻ്റെ ഭയങ്കരമായൊരു സൂചന നൽകുന്ന കണ്ടുപിടുത്തമാണ്. ആ വാർത്ത പൂർണ്ണമായും മാതൃഭൂമി മിസ് ചെയ്തിട്ടുണ്ട്, അത്ഭുതകരമായിട്ട്. കാരണം വെച്ചാൽ അത് പിന്നെ കൊച്ചി എഡിഷനിലില്ല, പക്ഷേ ഞാൻ തൃശ്ശൂർ എഡിഷനിൽ നോക്കിയപ്പോഴത്തേക്കും അത് വിദേശം എന്ന ഭാഗത്ത്
ഒരു വാർത്തയായിട്ട് അത് കൊടുത്തിട്ടുണ്ട്. ഒരു വിദേശ വാർത്തയായിട്ടാണത് മാതൃഭൂമി മനസ്സിലാക്കിയത്. പക്ഷേ മനോരമ അത് ഫ്രണ്ട് പേജിൽ തന്നെ അവരുടെ മനോരമയുടെ ടൈറ്റിൽ താഴെ വലിയ വാർത്തയായിട്ട് കൊടുത്തിരിക്കുന്നത് മാത്രമല്ല അകത്ത് പ്രധാനപ്പെട്ട അകത്ത് ഒരു വലിയ ആർട്ടിക്കിൾ ഞാനത് വായിച്ചിരുന്നു. ഒരു ആർട്ടിക്കിളും ഈ ഇലോൺ മസ്കിന്റെ ട്വീറ്റ് ആണ് എക്സ് ആണ് എടുത്ത് പത്രം വാർത്തയാക്കി മാറ്റിയത്. വാർത്തയാക്കി മാറ്റും. അത് എല്ലാ പത്രങ്ങളിലും ഉണ്ട് പ്രധാനപ്പെട്ട വാർത്തയായിട്ടാണ്. അത് കൊച്ചി എഡിഷനിൽ ഞാൻ പത്രം അരിച്ചു പെറുക്കി നോക്കിയിട്ട് ആ വാർത്ത കണ്ടില്ല. തൃശ്ശൂർ എഡിഷനിൽ പക്ഷേ വിദേശം എന്ന ഭാഗത്ത് ആ വാർത്ത. അതായത് ഒരു പ്രധാനപ്പെട്ട കമ്മ്യൂണിക്കേഷൻ കൂടി പ്രേക്ഷകർ അറിയേണ്ടതുണ്ട്. ഈ ചലനശേഷി പൂർണ്ണമായിട്ടും നഷ്ടപ്പെട്ടവർക്ക് ക്ലിനിക്കൽ ട്രയലിനുള്ള ഒരു അവസരം കൂടി ഒരുക്കിയിട്ടുണ്ട് അവരാണ്. അതെ, ഞാൻ പറയുന്നത് അത് ഇപ്പോൾ അതിൻ്റെ പ്രാഥമിക അർത്ഥത്തിലാണ് നമ്മളിത് പറയുന്നത്. കാരണം വെച്ചാൽ ഇപ്പോൾ ചലനശേഷി ഇല്ലാത്ത, ഇപ്പോൾ നേരത്തെ സ്റ്റീഫൻ ഹോക്കിങ്ങിൻ്റെ കാര്യം പറയുമ്പോൾ സ്റ്റീഫൻ ഹോക്കിങ്ങിന് ഇങ്ങനെ ഒരു കാര്യം ഉണ്ടായിരുന്നില്ല. നിങ്ങൾ മനസ്സിൽ ചിന്തിക്കുന്ന കാര്യം പെട്ടെന്ന് ഇത് എഴുതാം. മറ്റേ സ്റ്റീഫൻ ഹോക്കിങ് നമ്മൾ രണ്ടാളും കൂടി പോയി സ്റ്റീഫൻ ഹോക്കിൻ്റെ ഇൻ്റർവ്യൂ എടുത്തിട്ടുണ്ട് ഡൽഹി. സ്റ്റീഫൻ ഹോക്കിങ്ങിനെ ഞാൻ എൻ്റെ ഡൽഹിയിലുള്ള ആദ്യത്തെ എൻഗേജ്മെന്റ് സ്റ്റീഫൻ ഹോക്കിങ്ങിനെ റിപ്പോർട്ട് ചെയ്യലാണ്. രാവിലെ ജന്തർ മന്ത്രി പോകുമ്പോൾ ഉണ്ടല്ലോ ഒരൊറ്റ ആളില്ല സ്റ്റീഫൻ ഹോക്കിങ്ങിനെ കാണാനായിട്ട്. ചില ഈ ലോകോത്തര ശാസ്ത്രജ്ഞനായ ഹോക്കിങ് വരുന്നു. നമുക്കന്ന് റൈറ്റ് ഇല്ല ഇത് ഷൂട്ട് ചെയ്യാനായിട്ട്. ഡിസ്കവറി ചാനലാണ് കൊണ്ടുവരുന്നത്, അവരുടെ റൈറ്റാണ്. അപ്പോൾ അവരോട് നമ്മൾ സംസാരിച്ചിട്ട് 2 മിനിറ്റ് ഷൂട്ട് ചെയ്തോളാൻ പറഞ്ഞു. അപ്പോൾ നമ്മൾ വിചാരിച്ച വലിയ തിരക്കായിരിക്കും എന്ന് പറഞ്ഞിട്ട് ഞാൻ നികേഷും കൂടി രാവിലെ പോകുന്നു. സുരേഷ് ബാബു ആണ് അന്ന് ക്യാമറമാൻ, അയാൾ മരിച്ചുപോയി സുരേഷ് ബാബു. അപ്പോൾ അവിടെ പോയിട്ട് ഇത് ഷൂട്ട് ചെയ്യണം, അവിടെ ആരുമില്ല ഹോക്കിങ്ങിൽ. അപ്പോൾ ഞാൻ പറയുന്നത് അന്ന് നമ്മളോട് സംസാരിക്കുമ്പം ഈ കൈ ഇങ്ങനെ ഈ 2 പേരിൽ ഇങ്ങനെ അനക്കിയിട്ടാണ് വീൽ ചെയറിലല്ലേ ആ വീൽ ചെയറിൽ ഇരുന്നിട്ട് ഹോക്കിങ് സംസാരിക്കുന്നത്. അപ്പോൾ അദ്ദേഹം മനസ്സിൽ കണ്ട കാര്യങ്ങളൊക്കെ നമുക്ക് ഇത് പകർത്തപ്പെടുമായിരുന്നു എന്ന് പറയുമ്പോൾ അവിടെയൊന്നും അവസാനിക്കുന്നില്ല കേട്ടോ. ഈ കണ്ടുപിടുത്തം ഭയങ്കരമായ പ്രത്യാഘാതമുണ്ട്. മാർക്കറ്റിലുണ്ടാക്കുന്ന ഇമ്പാക്റ്റ് മാർക്കറ്റിലുണ്ടാക്കുന്ന നമ്മുടെയൊക്കെ ജീവിതത്തോടെ നമ്മൾ മൂവ് ചെയ്യണ്ട. നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞ കണക്ക് നിങ്ങൾക്കിപ്പം അവിടെ നിന്ന് ആ പാത്രം എടുത്ത് ഇങ്ങോട്ട് കൊണ്ടുവരാം. അപ്പോൾ ഈ മുമ്പ് നമ്മൾ സയൻസ് ഫിക്ഷൻ സിനിമകളിൽ കാണത്തില്ല നികേഷ്, ഇപ്പം ചില സാധനങ്ങൾ ഇങ്ങനെ സഞ്ചരിച്ച് പോകുന്നു. ഈ ഫിക്ഷനൊക്കെ പിന്നീട് യാഥാർത്ഥ്യമായിട്ടുണ്ട്. അതുപോലെ ഈ പറയുന്ന കണ്ടുപിടുത്തം വലിയ രീതിയിലുള്ള മാറ്റമുണ്ടാക്കും. ഞാൻ പറഞ്ഞു വന്നത് അതിൻ്റെ ഇമ്പാക്റ്റ് വളരെ പ്രധാനമാണ്. ഒരു മെഡിക്കൽ സയൻസസിൽ ഇത് ഉണ്ടാക്കാൻ പോകുന്ന മാറ്റവും വളരെ പ്രധാനപ്പെട്ടതായിരിക്കും. പ്രത്യേകിച്ച് പാർക്കിൻസോൺസ് എന്ന് പറയുന്ന ഒരു വിഭാഗത്തിൽ ഇപ്പോൾ ബ്രെയിൻ സ്റ്റിമുലേഷൻ എന്ന് പറയുന്നതാണല്ലോ പാർക്കിൻസോൺസിന് ഏക ചികിത്സ എന്ന് പറയുന്നത്. നമ്മുടെ ബ്രെയിൻ എങ്ങനെ സ്റ്റിമുലേറ്റ് ചെയ്യാം ഒരു പ്രത്യേകമായ ഒരു ഉപകരണം ഘടിപ്പിച്ചുകൊണ്ട്. ആ നിലയിൽ അവസാന കാലഘട്ടത്തിലൊക്കെ തന്നെയും തീരാ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന നിരവധി പേരുണ്ട്. യഥാർത്ഥത്തിൽ അമിത ജോലി ചെയ്യുന്ന എല്ലാവരെയും സംബന്ധിച്ചിടത്തോളം പാർക്കിൻസൺസിൻ്റെ ഭാഗമായി അവസാനിക്കും എന്നുള്ളതാണ് അതിൻ്റെ ഒരു യാഥാർത്ഥ്യം. ഈ മനുഷ്യരുടെ മൊത്തം ശരീരത്തെ ഈ പറയുന്ന എല്ലാ സാധനങ്ങളും മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. കാരണം ചിലപ്പോൾ നമ്മളിപ്പോൾ പേസ്റ്റ് മേക്കർ വെക്കുമല്ലോ, നമ്മളൊരു ഉപകരണമാണ് വെക്കുന്നത്. ഇപ്പോൾ കണ്ണട ഒരു കണ്ടുപിടുത്തമാണ്, നമ്മളൊരു ഉപകരണം വെക്കുകയാണ്. ഈ രീതിയിൽ മനുഷ്യൻ്റെ ശരീരത്തെ മൊത്തം ശാസ്ത്രം മാറ്റും. ഇപ്പോൾ നിങ്ങൾക്ക് ഓർഗൻ ഷോപ്പ് ഉണ്ടാകുമെന്നാണ് ഈ മിഷിയാക്കോക്ക് പറയുന്നത്. ഓർഗൻ വാങ്ങിക്കാനുള്ള ഷോപ്പ് ഉണ്ടാവും. അപ്പോൾ നമുക്ക് കരൾ പോയാൽ കരൾ വാങ്ങിച്ച് വെക്കാം, ഹൃദയം പോയാൽ ഹൃദയം വാങ്ങിച്ച് അവൈലബിൾ ആയി തുടങ്ങി. പല സാധനങ്ങളും അവൈലബിൾ ആയി. കിഡ്നി മാറിയാൽ വേണമെങ്കിൽ അങ്ങനെ ഒരു 20-25 വർഷത്തിന് ശേഷം ഓർഗൻസ് വിൽക്കുന്ന, ശരീര അവയവങ്ങൾ വിൽക്കുന്ന കടകൾ ഉണ്ടാകും ഈ ലോകത്ത് എന്നാണ്. അപ്പോൾ നമ്മൾ ആ രീതിയിൽ മാറാണ്. ഇപ്പോൾ ഈ പറഞ്ഞ വളരെ പ്രധാനപ്പെട്ട പോയിന്റാണ്. കാരണം ഈ ചിപ്പുകൾ ഘടിപ്പിക്കുന്നത് വഴി നമ്മുടെ ശാരീരികമായിട്ടുള്ള എല്ലാ പരിമിതികളെയും നമുക്ക് മാറ്റാൻ കഴിയും. ആ രീതിയിലുള്ളൊരു വലിയ വാർത്ത, വലിയ മാനങ്ങളുള്ള കാര്യമാണ്. എങ്ങനെ സംഭവിക്കും എന്നുള്ള കാര്യം അറിയാം. നമ്മൾ എല്ലാത്തിനെയും ദുരുപയോഗിക്കുന്ന ആളുകളുമാണ്. അതെ. അപ്പോൾ ദ ഹിന്ദുവിലേക്ക് പോയാൽ സ്വാഭാവികമായും ജാർഖണ്ഡ് മുക്തി മോർച്ചയുമായി ബന്ധപ്പെട്ട വാർത്ത തന്നെയാണ് ദ ഹിന്ദുവിൻ്റെ ലീഡ് വാർത്ത. അതിൽ എപ്പോഴാണ് കൽപ്പന സോറൻ, അതായത് ഹേമന്ത് സോറൻ്റെ ഭാര്യ മുഖ്യമന്ത്രി ആകുന്നത് എന്നത് സംബന്ധിച്ച ഒരു വ്യക്തത നൽകാൻ ദ ഹിന്ദുവിനുമായിട്ടില്ല എന്നുള്ളതാണ്. നമ്മൾ ഏതാണ്ട് ഇന്നലെ വൈകുന്നേരം തന്നെ പുതിയ മുഖ്യമന്ത്രിയായി കൽപ്പന സോറൻ മാറും എന്നുള്ള പ്രതീക്ഷയായിരുന്നു വെച്ച് പുലർത്തിയിരുന്നത്. പ്രതീക്ഷ എന്നല്ല പറയേണ്ട വാക്ക്, എന്നായിരുന്നു കരുതിയിരുന്നത്. ഇന്ന് 1 മണിക്കല്ലേ ഹാജരാകുന്നു. അതെ, അവരിപ്പോൾ ദേ ഓൾസോ സൈൻഡ് എ ലെറ്റർ ഓഫ് സപ്പോർട്ട് വിത്തൗട്ട് എനി നെയിം ആസ് സ്പെക്കുലേഷൻ ഈസ് റൈഫ് ദാറ്റ് ചീഫ് മിനിസ്റ്റർ. അതായത് കൽപ്പന സോറൻ ൻ്റെ പേര് സൂചിപ്പിക്കാതെ, വ്യക്തമാക്കാതെ ഒരു കത്ത് ഏതായാലും ജാർഖണ്ഡ് മുക്തി മോർച്ച MLA-മാർ നൽകിയിട്ടുണ്ട്. അതിനകത്ത് കൽപ്പന സോറൻ്റെ പേര് എഴുതി ചേർക്കുക എന്നുള്ള ഒരു പണി മാത്രമേ ഇനി ബാക്കിയുള്ളൂ. ഏതായാലും ഇന്ന് ഹേമന്ത് സോറൻ അറസ്റ്റ് ചെയ്യപ്പെടുമെന്നും ഹേമന്ത് സോറൻ്റെ ഭാര്യ കൽപ്പന സോറൻ പുതിയ മുഖ്യമന്ത്രിയാകും എന്നുമാണ് എഴുതി വച്ചിരിക്കുന്നത് ദ ഹിന്ദു. അത് അധികം മണിക്കൂറുകൾ കാത്തിരിക്കേണ്ടി വരില്ല എന്നുള്ളതാണ് വാർത്തയിലൂടെ. കൗതുകരമായ കാര്യം, ഈ ഡൽഹിയിൽ നടത്തിയ റെയ്ഡിൽ പോലും 36 ലക്ഷം രൂപ ഹേമന്ത് സോറന്റെ വീട്ടിൽ നിന്ന് കണ്ടെത്തി എന്നുള്ളതാണ്. ഒരു BMW കാർ
ഈ ജാർഖണ്ഡ് മുക്തി മോർച്ചയായി ബന്ധപ്പെട്ടിട്ടുള്ള വാർത്തകൾ കഴിഞ്ഞ ഒരു 2 പതിറ്റാണ്ട് കാലഘട്ടത്തിൽ എല്ലാം ഈ പണക്കെട്ടുകളുമായിട്ടാണ്. അതല്ലാതെ വേറെ പരിപാടിയൊന്നും അവർക്കില്ല. അതായത് പോയി പിന്നെ സ്വിസ് ബാങ്കിൽ ഇട്ട് കളയുന്ന പരിപാടിയൊന്നുമില്ല. പക്ഷെ അപാരമായ ആത്മവിശ്വാസം കീപ്പ് ചെയ്തു ആ വീട്ടിൽ അതല്ല, അപാരമായ ആത്മവിശ്വാസം. ഡൽഹിയിൽ ഇഡിയുടെ മൂക്കിന്റെ തുമ്പത്തെ വീട്ടിൽ 36 ലക്ഷം രൂപ കണക്കപ്പെടാതെ 36 ലക്ഷം രൂപ ചിലപ്പം എനിക്ക് തോന്നുന്നത് ഈ അതൊക്കെ പീനട്ടാണ്. അത് പീനട്ടാണ്. അരുണെ, തേജസ്വി യാദവിന്റെ വീട്ടിൽ നിന്ന് എടുത്ത പൈസ എത്രയാണ്? 1 കോടി രൂപ. 1 കോടി രൂപ വീട്ടിലെങ്കിൽ ഇന്ത്യൻ പാർലമെന്റില് നോട്ട് കെട്ടുകൾ ഈ ജാർഖണ്ഡ് മുക്തി മോർച്ചയായി ബന്ധപ്പെട്ട ടെലികോമല്ലേ, സുഖറാമല്ലേ അല്ലേ? നോട്ടുകെട്ടുകൾ കട്ടിലിനടിയിൽ മെത്തക്കടിൽ വെച്ച് സുഖറാമ. പിന്നെ ടെലികോം സ്കാം എന്ന് അറിയാം. ടെലികോം സ്കാം. ഏതെങ്കിലുമൊക്കെ അയാറാം കയറാൻ രാഷ്ട്രീയത്തിൽ ഒരു പാർട്ടിയോ അല്ലെങ്കിൽ പാർട്ടി നേതാക്കളോ ശിക്ഷിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ ജാർഖണ്ഡ് മുക്തി മോർച്ച നമ്മുടെ PV നരസിംഹറാവുവിനെ സഹായിക്കാൻ പോയപ്പം വാങ്ങിയ പണമാണ്. ആ കാലത്ത് ശിക്ഷിക്കപ്പെട്ടിട്ടുള്ള പാർട്ടി നേതാക്കളാണ്. ചാക്കിലാക്കാൻ കോടികൾ കൊടുക്കാം, അതിന് കുഴപ്പമില്ല. ആ വാർത്തയുടെ ഒരു പ്രാധാന്യം എന്ന് പറയുന്നത് ഈ നമ്മുടെ ഇയാളില്ലേ ഹർഷത് മേത്ത ഒരു പെട്ടിയുമായി നരസിംഹറാവുവിന്റെ വീട്ടിലേക്ക് പോകും. 1 കോടി രൂപ. ആ പൈസ ഉപയോഗിച്ചാണ് ഈ 4 ജാർഖണ്ഡ് എംപിമാരെ അന്ന് വിലയ്ക്ക് വാങ്ങിച്ച് ന്യൂനപക്ഷ സർക്കാരിനെ നിലനിർത്തിയിരുന്നത് നരസിംഹറാവു എന്നാണ് കേസ്. അന്ന് 4 കോടിയൊക്കെയാണെന്നേ. കഴിഞ്ഞ ദിവസം പിന്നെ സ്മൃതി പറയുന്നുണ്ടായിരുന്നില്ല 25 ലക്ഷം രൂപ ഓഫർ. അത്തരം കാര്യങ്ങൾ ട്രാക്ക് ചെയ്യാനുള്ള മീഡിയ ഉണ്ടായിരുന്നു എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ടതാണ് കേട്ടോ. ഇന്ന് PV നരസിംഹറാവുവിൻ്റെ കാലഘട്ടത്തിലൊക്കെ ഏതെങ്കിലും ഒരു അയറാം ഗയറാം രാഷ്ട്രീയം അല്ലെങ്കിൽ ഈ പറയുന്ന ആളുകളെ ചാക്കിൽ കയറ്റിയത് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് മാധ്യമത്തിന്. ഇന്ന് എല്ലാ സംസ്ഥാനങ്ങളിലും നടക്കുന്ന കാര്യമാണ് ഇത്. ഇതിനെ പേരും മാറ്റി നമ്മളതിനെ ചാണക്യ ഓപ്പറേഷൻ ലോട്ടസ് എന്ന് വിളിക്കും. കുതിര കച്ചവടമാണ്. മറ്റൊരു വാർത്ത പ്രധാനമായും നമുക്ക് നേരത്തെ അറിയാവുന്നതാണ്. ഇമ്രാൻഖാൻ സെൻറ്റൻസ് ടു 10 years in prison ahead of പാക് പോൾസ്. അതിനകത്ത് നമുക്കറിയാവുന്നതുപോലെ എല്ലാ ജനറൽ ഇലക്ഷൻ്റെയും തൊട്ട് മുമ്പ് പാകിസ്ഥാനിൽ സംഭവിക്കുന്ന കാര്യം തന്നെയാണ് ഇത്. അതായത് ഇത്തവണത്തെ തെരഞ്ഞെടുപ്പും ഒരു ഇലക്ഷൻ അപ്പുറത്തേക്ക് പാക് ആർമിയുടെ സെലക്ഷനായി മാറുന്നു എന്നുള്ള നിലയിലേക്ക് തന്നെയാണ് ഇപ്പൊ തന്നെ. ഏതാണ്ട് ഒരു താരതമ്യമുണ്ടോ ഇന്ത്യൻ സാഹചര്യമായിട്ട് താരതമ്യം വന്നുകൊണ്ടിരിക്കുന്നു. രാഹുൽ ഗാന്ധിയുടെ മേലുള്ള കേസും ഒക്കെ തേജസ്വി യാദവ്, പിന്നെ ഹേമന്ത് സോറനൊക്കെ വരുന്നു. ഇപ്പൊ 8-ാം തീയതിയാണ്, അടുത്ത മാസം 8-ാം തീയതി അല്ലേ തെരഞ്ഞെടുപ്പ് പാകിസ്ഥാനിൽ. അതിനു മുമ്പ് തന്നെ ഇവർ 2 അകത്താവും. ആകെ ഡിഫറൻസ് ഉള്ളത് മിലിറ്ററിക്ക് വലിയ നിലവിൽ ഇന്ത്യയിലില്ല എന്നുള്ളതാണ്. അപ്പോൾ അതാണ് രണ്ടാമത്തെ പ്രധാനപ്പെട്ട വാർത്തയായി നമുക്ക് കാണാൻ കഴിയുന്നത്. ഓക്കെ, അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല, കാരണം ഇന്നലത്തെ വാർത്ത ആയതുകൊണ്ട് തന്നെ. മറ്റു വാർത്തകളിലേക്ക് കടന്നാൽ അകത്തെ പേജിലും വളരെ സമഗ്രമായി തന്നെ ദേശീയ രാഷ്ട്രീയ സാഹചര്യം ഹിന്ദു വിലയിരുത്തിയിട്ടുണ്ട്. പി സി ജോർജ് ലൈക്ലി ടു ഡംപ് ഓൺ ദ മോഡി വാൻ ബാഗ്. ഇതിനകത്ത് ഇന്ന് തീരുമാനം ഉണ്ടാവും കേട്ടോ. ഇന്ന് ഉച്ചയ്ക്ക് വാർത്താ സമ്മേളനം നടത്താൻ പോവുകയാണ്. JP നഡ്ഡയുടെ വാർത്താ സമ്മേളനത്തിൽ PC ജോർജും ഉണ്ടാകും. PC ജോർജുമായി ബന്ധപ്പെട്ട ചില കാർഷിക മേഖലയിലുള്ള പുതിയ വാഗ്ദാനങ്ങൾ BJPയിൽ നിന്ന് വാങ്ങിയെടുത്തുകൊണ്ടാണ് PC ജോർജ് BJPയിൽ ചേരുക എന്നുള്ളതാണ്. PC ജോർജ് ഞാൻ ഇന്നലെ വിളിച്ചിരുന്നു. PC ജോർജ് പറഞ്ഞത് പുതിയ കാർഷിക പ്രഖ്യാപനങ്ങളൊക്കെ ഉണ്ടാകും, ഒന്നുമില്ലാതെ ചാടിക്കയറാൻ കഴിയില്ലല്ലോ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇന്ന് 2:30 മറ്റുമാണ് വാർത്താ സമ്മേളനം. ലയിക്കുകയാണെന്ന് മാത്രമല്ല നദിയിൽ വേറൊരു സുഹൃത്തിനെ പറഞ്ഞത് അത് വേണ്ട പല ലേഖനങ്ങളുണ്ട്. അദ്ദേഹം എന്നോട് പേഴ്സണലായി പറഞ്ഞ കാര്യം. പക്ഷേ അതിനകത്ത് വാർത്താ മൂല്യം ഉള്ളതുകൊണ്ട് ഞാൻ പറഞ്ഞു. പക്ഷെ ആരും പറഞ്ഞിട്ടില്ലല്ലോ ഇത്. ഈ പേഴ്സണലായിട്ട് പറഞ്ഞാൽ വെളിപ്പെടുത്തിയിട്ടില്ല. അല്ല, പറയാവുന്ന കാര്യങ്ങൾ നമുക്ക് പറയണമല്ലോ. അപ്പോൾ ഇന്ന് ഉണ്ടാവുമെന്നാണ് അദ്ദേഹത്തിൻ്റെ പ്രതീക്ഷ. അതിനകത്ത് കാർഷിക മേഖലയിൽ ചില പുതിയ പ്രഖ്യാപനങ്ങൾ ആണ് അദ്ദേഹം പ്രതീക്ഷിക്കുന്നതെന്നാണ് എന്നോട് പറഞ്ഞിട്ടുള്ളത്. ഏതായാലും ഇന്ന് 2:30 JP നഡ്ഡയുമായിട്ടുള്ള വാർത്താ സമ്മേളനത്തിൽ അക്കാര്യത്തിൽ പ്രഖ്യാപനമുണ്ടാകും എന്നാണ് PC ജോർജ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ PC ജോർജ് ഏതായാലും BJPയിലേക്ക് മോദിയുടെ ബാൻ വാഗനിലേക്ക് എത്തുന്നു എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട വാർത്തയായി ദ ഹിന്ദു നൽകിയിരിക്കുന്നത്. അതുപോലെ തന്നെ നേരത്തെ ഉണ്ണി ബാലകൃഷ്ണൻ ചൂണ്ടിക്കാണിച്ച CPM സ്ട്രെസ്സസ് ഓൺ ടാക്ടിക്കൽ സീറ്റ് അഡ്ജസ്റ്റ്മെൻറ്റ്സ്. ടാക്ടിക്കൽ സീറ്റ് അഡ്ജസ്റ്റ്മെൻറ്റ് രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നടത്തുന്ന കാര്യത്തെക്കുറിച്ച് CPMൻ്റെ കേന്ദ്ര കമ്മിറ്റി യോഗം ചർച്ച ചെയ്യുന്നു. അതിൽ വലിയ സാധ്യതകളൊന്നും ഉണ്ട് എന്നുള്ളത് ആ വാർത്തയിൽ കാണുന്നില്ല. അങ്ങനെ ഒരു പ്രതീക്ഷയും ഞാൻ ഇന്നലെ ജനറൽ സെക്രട്ടറിയുടെ വാർത്താ സമ്മേളനം കണ്ടതാണ്. വലിയ പ്രതീക്ഷയും അദ്ദേഹം വെച്ച് പുലർത്തുന്നതായി വാർത്താ സമ്മേളനത്തിൽ കണ്ടിട്ടില്ല എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. ഏതായാലും
പക്ഷേ മറ്റൊരു വാർത്ത, ചണ്ഡീഗഡിലെ മേയർ പോളിൽ BJP വിജയിച്ചു എന്നുള്ളതാണ്. വലിയ വലിയ അട്ടിമറിയാണല്ലോ അവിടെ നടന്നിട്ടുള്ളത്. 8 വോട്ട് അസാധുവായി. വോട്ട് അങ്ങ് അസാധുവായി കൊടുത്തു. അതായത് ആം ആദ്മി പാർട്ടിയും കോൺഗ്രസും തമ്മിലുള്ള കൂട്ടുകെട്ടിൽ ജയിക്കാൻ കഴിയുന്ന ചണ്ഡീഗഡ് മേയർ പോള് അട്ടിമറിച്ചുകൊണ്ട് BJPക്ക് ജയമൊരുക്കി കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ്. അത് വളരെ വിശദമായി തന്നെ നൽകിയിട്ടുണ്ട്. അതിൻ്റെ ആം ആദ്മി പാർട്ടിയുടെ അക്കാര്യത്തിലുള്ള പ്രതികരണവും നൽകിയിട്ടുണ്ട്. ബ്ലാക്ക് ഡേ ഓഫ് ഡെമോക്രസി എന്നാണ് ആം ആദ്മി പാർട്ടി പറഞ്ഞിരിക്കുന്നത്. ബ്രേസ് ആൻഡ് ഷെയിംലെസ് ക്യാപ്ചർ ഓഫ് ദ ഡെമോക്രാറ്റിക് സിസ്റ്റം എന്നാണ് കോൺഗ്രസ് അതിനോട് പ്രതികരിച്ചിട്ടുള്ളത്. അതാണ് ചണ്ഡീഗഡുമായി ബന്ധപ്പെട്ട വാർത്ത. മാത്രമല്ല, ഇന്നിപ്പോൾ 17ാം ലോക്സഭയിലെ അവസാനത്തെ സെഷൻ ആരംഭിക്കുമ്പോൾ സസ്പെൻഡ് ചെയ്യപ്പെട്ട MP-മാരെല്ലാം തന്നെയും പാർലമെൻറ്റിലേക്ക് തിരിച്ചെത്തുന്നു എന്നുള്ള വാർത്ത കൂടി ദ ഹിന്ദുവിൻ്റെ നയപ്രഖ്യാപന പ്രസംഗമാണെന്ന്. മാത്രമല്ല, അതിൻ്റെ എഡിറ്റോറിയലും ഉണ്ട് കേട്ടോ. നയപ്രഖ്യാപന പ്രസംഗത്തിൽ 10 വർഷത്തെ റിപ്പോർട്ട് കാർഡ് നൽകിയതുമായി ബന്ധപ്പെട്ട് ദ ഹിന്ദു എഡിറ്റോറിയൽ എഴുതിയിട്ടുണ്ട്. അതിനകത്ത് പ്രത്യേകിച്ച് അടുത്ത 3 വർഷത്തിനുള്ളിൽ മൂന്നാമത്തെ എക്കണോമിയായി മാറുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള അവകാശവാദത്തിൻ്റെ നിജസ്ഥിതി എന്താണ് എന്ന് സംബന്ധിച്ചും എഡിറ്റോറിയൽ എഴുതിയിട്ടുണ്ട് എന്നുള്ളത് നമ്മൾ കാണുകയാണ്. അപ്പോൾ ഏതായാലും അതുപോലെ തന്നെ ഇമ്രാൻഖാൻ്റെ കുറച്ചുകൂടി ഒരു വിശദമായ റിപ്പോർട്ടുണ്ട്. സുഹാസിനി ഹൈദറിൻ്റെ ന്യൂസ് അനാലിസിസ് ഉണ്ട്. അതിൽ ഒരാഴ്ച മുമ്പ്, തെരഞ്ഞെടുപ്പിന് ഒരാഴ്ച മുമ്പ് ഇമ്രാൻഖാനെ ശിക്ഷിച്ചിട്ടുള്ള നടപടി മിറർ ഇമേജ് ഓഫ് ദ പാസ്റ്റ് എന്ന് ഡിപ്ലോമാറ്റ്സിനെ കോട്ട് ചെയ്തുകൊണ്ടാണ് പറയുന്നത്. അതിനകത്താണ് ഞാൻ നേരത്തെ പറഞ്ഞ കാര്യമുള്ളത്. അതായത് is a dramatic development but one in step with past elections that have been managed, said the diplomats who have served there. They indicated that this year's election winners would also be selected rather than elected. ദേശാഭിമാനിയാണ് നോക്കിയത്. ദേശാഭിമാനിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത ഇന്നലത്തെ കേന്ദ്ര കമ്മിറ്റി തീരുമാനങ്ങൾ ഇച്ചിരി പറഞ്ഞ കാര്യങ്ങളാണ്. BJPയെ പുറത്താക്കുമെന്നുള്ളതാണ് തലക്കെട്ട്. ജനകീയ പ്രക്ഷോഭം ശക്തമാക്കാൻ CPM ഒരുങ്ങുന്നു. രാജ്യത്ത് കേൾക്കുന്നത് മതനിരപേക്ഷതയുടെ മരണമണി. മോദി എത്ര വട്ടം സന്ദർശിച്ചാലും കേരളത്തിൽ BJPക്ക് സീറ്റ് കിട്ടില്ല. ഇന്ത്യ കൂട്ടായ്മയ്ക്ക് ഭൂരിഭാഗം സംസ്ഥാനങ്ങളിൽ പൊതു സ്ഥാനാർത്ഥികൾ ഉണ്ടാകും. ജനാധിപത്യവും മതനിരപേക്ഷതയും സംരക്ഷിക്കാൻ അതത് സംസ്ഥാന സാഹചര്യങ്ങൾക്കനുസരിച്ചുള്ള പോരാട്ടമാണ് നടക്കുന്നത്. മൃദു ഹിന്ദുത്വ സമീപനം BJPയുടെ ഹിന്ദുത്വ അജണ്ടയെ സഹായിക്കുകയുള്ളൂ, വിശ്വാസത്തെയല്ല. അതിനെ രാഷ്ട്രീയ ആവശ്യത്തിന് ഉപയോഗിക്കുന്നതിനെയാണ് CPM എതിർക്കുന്നതെന്ന് നല്ല യെച്ചൂരി വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞ കാര്യങ്ങളാണ് അതിൽ പ്രധാനപ്പെട്ട വാർത്ത. മറ്റൊന്ന് ഇന്നലത്തെ സഭയിലെ വാർത്തകളാണ്. കേരളദ്രോഹം എന്നാണ് പറയുന്നത്. കേരളദ്രോഹം, കേന്ദ്രത്തിന് പിന്തുണ ആവർത്തിച്ച് പ്രതിപക്ഷം എന്നാണ് തലക്കെട്ട്. ധനപ്രതിസന്ധി സംബന്ധിച്ച അടിയന്തര പ്രമേയ ചർച്ചയിലും കേരളത്തെ ദ്രോഹിക്കുന്ന കേന്ദ്ര നിലപാടിനുള്ള പിന്തുണ ആവർത്തിച്ച് പ്രതിപക്ഷം. സർക്കാരിനെ എതിർക്കാനുള്ള ആവേശത്താൽ കേന്ദ്രം സംസ്ഥാനത്തെ അവഗണിക്കുന്നില്ല എന്നും തരാനുള്ളതെല്ലാം തന്നിട്ടുണ്ട് എന്നും വരെ വാദിക്കാൻ പ്രതിപക്ഷാംഗങ്ങൾ തയ്യാറായത് സഭയെ ഞെട്ടിച്ചു എന്നാണ് ഈ റിപ്പോർട്ട് പറയുന്നത്. ആദ്യ പേജിൽ താഴത്തെ ഭാഗത്ത് ഈ രഞ്ജിത്ത് ശ്രീനിവാസൻ വധക്കേസ് 15 പ്രതികൾക്കും വധശിക്ഷ എന്നുള്ള വാർത്തയുണ്ട്. അതോടൊപ്പം ഗവർണർക്ക് ഇന്നലെ കരിങ്കൊടി കാണിച്ച ചിത്രം കൊടുത്തിട്ടുണ്ട്. കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്ന് ഫോർട്ട് കൊച്ചി കോസ്റ്റ് ഗാർഡ് ഗസ്റ്റ് ഹൗസിലേക്ക് പോകുന്ന ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനെ കളമശ്ശേരി കണ്ടെയ്നർ റോഡിൽ SFI പ്രവർത്തകർ കരിങ്കൊടി കാണിക്കുന്നതിൻ്റെ ചിത്രമാണ്. വേറൊരു വാർത്തയുള്ളത് തൃശ്ശൂരിൽ നിന്നുള്ള വാർത്തയാണ്. വടക്കഞ്ചേരി ഈ കോൺഗ്രസ് ഓഫീസിൽ കൂട്ടയടി, ഗാന്ധിയെയും വെറുതെ വിട്ടില്ല. ഇന്നലെ ഗാന്ധിയുടെ രക്തസാക്ഷിത്വ ദിനത്തിൽ ഗാന്ധിയുടെ ചിത്രമൊക്കെ നിലത്ത് കിടക്കുന്ന ഒരു ഫോട്ടോയും കൊടുത്തിരിക്കുന്നു. ഗാന്ധി രക്തസാക്ഷിത്വ ദിനത്തിൽ കോൺഗ്രസ് ഓഫീസിൽ നേതാക്കൾ ചേരിതിരിഞ്ഞ് ഏറ്റുമുട്ടിയെന്നാണ് ആ വാർത്ത. ഗാന്ധിയുടെ ഛായാചിത്രവും നിലവിളക്കും വലിച്ചെറിഞ്ഞിരിക്കുകയാണ്. തൃശൂർ വടക്കാഞ്ചേരി ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി ഓഫീസിൽ ഗാന്ധി അനുസ്മരണ പരിപാടിക്കെത്തിയ നേതാക്കൾ തമ്മിൽ ഏറ്റുമുട്ടുകയായിരുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ എന്തായാലും കോൺഗ്രസ് നിഷേധിക്കാനും പറ്റില്ല. അത് ചിത്രങ്ങളടക്കം നിലവിളക്കും ഗാന്ധിയുടെ ചിത്രമൊക്കെ നിലത്ത് വീണ് ചെതറി കിടക്കുകയാണ്. അല്ലാത്തൊരു അവസ്ഥ തന്നെയാണ്. ഏതായാലും ഈ പാകിസ്ഥാനിലുള്ള വാർത്തയും രഹസ്യ രേഖ ചോർത്തൽ ഇമ്രാൻഖാന് 10 വർഷം ജയിൽ എന്ന വാർത്തയും ആദ്യ പേജിൽ കൊടുത്തിരിക്കുന്നു. സഭയുമായി ബന്ധപ്പെട്ട് വിശദമായ വാർത്തകൾ വേറെയുണ്ട്. പുറത്തു വന്നത് കോൺഗ്രസിൻ്റെ ഇരട്ടത്താപ്പാണ്. കൊട്ടേറ്റു, ചർച്ചയ്ക്ക് പ്രതിപക്ഷം ഹാജർ എന്നാണ് കൊടുത്തിരിക്കുന്നത്. വേറൊരു പ്രധാനപ്പെട്ട വാർത്തയുള്ളത് TN പ്രതാപനെതിരെ തൃശ്ശൂരിൽ പടയൊരുക്കം എന്നുള്ള വാർത്തയാണ്. K മുരളീധരനെ പരിഗണിക്കുന്നു എന്നാണ്. വേണു K ആലത്തൂരിൻ്റെ റിപ്പോർട്ടാണ്. തൃശ്ശൂരിൽ നിന്ന് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തൃശ്ശൂരിൽ വീണ്ടും മത്സരിക്കാനൊരുങ്ങുന്ന TN പ്രതാപനെതിരെ കോൺഗ്രസിൽ പടയൊരുക്കം. 5 വർഷം മണ്ഡലത്തിന് വേണ്ടി ഒന്നും ചെയ്തിട്ടില്ലെന്ന പരാതി വ്യാപകമായിരിക്കുകയാണ്. ഗ്രൂപ്പിന് അതീതമായി പ്രവർത്തകരിൽ അമർഷം രൂപപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ അവിടെ K മുരളീധരനെ ആലോചിക്കുന്നു എന്നുള്ളതാണ്. പ്രതാപനെതിരെ നെഗറ്റീവ് വോട്ടുണ്ടാക്കാൻ സാധ്യതയുള്ളതിനാൽ സ്ഥാനാർത്ഥിയെ മാറ്റുമെന്ന സൂചനയുണ്ടെന്നും മുരളീധരനെ തൃശ്ശൂരിൽ മത്സരിപ്പിക്കണമെന്ന അഭിപ്രായത്തിൽ KPCC പ്രസിഡന്റ് K സുധാകരൻ 4-ന് തൃശ്ശൂരിലെത്തുമ്പോൾ ഈ ഒരു നിർദ്ദേശം മുന്നോട്ട് വയ്ക്കുമെന്നുള്ള വാർത്തയാണ് കൊടുത്തിരിക്കുന്നത്. അതൊരു പുതിയ വാർത്തയാണല്ലോ. പണിയാ, അത്രേ ഉള്ളൂ.
പക്ഷേ ഗൗരവമായിട്ട് ആലോചിക്കുന്നില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അല്ലേ? കെ സുരേന്ദ്രന്റെ പദയാത്രയ്ക്ക് പിന്നാലെ മുരളി വടകരയിൽ നിന്ന് മാറാനുള്ള ശ്രമം നടത്തുന്നുണ്ടോ എന്നൊരു സംശയം എന്നെ സംബന്ധിച്ചിടത്തോളം. വളരെ പ്രധാനമാണ്. കാരണം വെച്ചാൽ വടകര ഒട്ടും സേഫായി മുരളിക്ക് ഇത് മാത്രമല്ല മുരളി കംഫർട്ടബിൾ അല്ല. മുമ്പ് ആദ്യം അങ്ങനെ ഒരു പ്രതികരണം തുടക്കത്തിൽ വളരെ മുന്നേ നടത്തിയിരുന്നു. നടക്കുന്നുണ്ട്. അപ്പോൾ തൃശ്ശൂര് അത് അത്ര എളുപ്പത്തിൽ തള്ളി കളയണ്ട. തൃശ്ശൂര് സാധ്യതയുണ്ട് ജയിക്കാൻ അല്ലേ? അവിടെ നിന്നാ ജയിക്കും. മുരളി നോക്കുന്നത് തിരുവനന്തപുരമാണ്. അതിനു വേണ്ടിയിട്ട് തരൂരിനെതിരെ ഇത്തിരി ഒരു ഒന്ന് കടുപ്പിച്ചൊക്കെ നോക്കി. അവിടെ തരൂർ ഇന്നലെ പറഞ്ഞിട്ടുണ്ട് തിരുവനന്തപുരത്ത് ഞാൻ തന്നെ സ്ഥാനാർത്ഥിയാണ്. കെ സുരേന്ദ്രന്റെ പദയാത്രയ്ക്ക് പിന്നാലെ നേതാവ് പാർട്ടി വിട്ടു എന്നൊരു വാർത്തയും കൂടിയുണ്ട്. അവിടെ കണ്ണൂരിലാണ് പദയാത്ര. കണ്ണൂർ ജില്ല വിട്ടതിന് പിന്നാലെ ജില്ലാ കമ്മിറ്റി അംഗവും RSSന്റെ താലൂക്ക് കാര്യവാഹകമായ ഏഴോഞ്ചങ്ങിലെ ധനേഷ് ഒത്തങ്ങ പാർട്ടി വിട്ടു എന്നുള്ളൊരു വാർത്ത കൊടുത്തിട്ടുണ്ട്. ഈ യാത്ര തുടങ്ങിയ ദിവസം യാത്രയ്ക്ക് അങ്ങനെ ആ നേതാവിന്റെ പേര് മുത്തങ്ങയുടെ ജീവിതം കൃതാർത്ഥമായി. ഞാനും അതാ ചിരിച്ചത് ആദ്യം. പിന്നെ ഏത് പാർട്ടി നേതാവാ? കോൺഗ്രസോ? BJP-യുടെ പദയാത്രക്കിടയല്ലേ നേതാവ് പാർട്ടി വിട്ടു. നേതാവായതിൽ സന്തോഷത്തിലായിരിക്കും. എഡിറ്റോറിയൽ ഇതാണ്: തെരഞ്ഞെടുപ്പ് ലാക്കിൽ തീവ്ര ഹിന്ദുത്വ അജണ്ടകൾ എന്നുള്ളതാണ്. പാർലമെന്റ് പാസ്സാക്കിയെങ്കിലും ചട്ടങ്ങൾ രൂപീകരിക്കാതെ നടപ്പാക്കൽ നീട്ടിക്കൊണ്ടുപോയ ഭേദഗതി തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് പൊടിതിട്ടെടുക്കുന്ന മതധ്രുവീകരണം എന്ന ഒരൊറ്റ ലക്ഷ്യം മാത്രം മുന്നിൽ കണ്ടാണ്. 2024 തെരഞ്ഞെടുപ്പിലും BJP-യുടെ ആയുധം വിദ്വേഷമാണ്. രാമവിഗ്രഹ പ്രതിഷ്ഠയായാലും പൗരത്വ ഭേദഗതി നിയമമായാലും മുത്തലാഖ് നിരോധനമായാലും ഏകീകൃത സിവിൽ കോഡായാലും വിദ്വേഷം വളർത്താനുള്ള ഉപാധികൾ മാത്രം. പിന്നെ കേന്ദ്ര ബജറ്റുമായി ബന്ധപ്പെട്ട് ബജറ്റ് ആരെ സഹായിക്കും എന്ന സാജന വിജയന്റെ ലേഖനവുമുണ്ട്. ഇത്രയാണ് ദേശാഭിമാനി. അപ്പോൾ ഇന്ന് ധനേഷ് മുത്തങ്ങയുടെ ജീവിതം വളരെ കൃതാർത്ഥമായിട്ടുണ്ടാവും. ആരെങ്കിലൊക്കെ സിനിമയിലെടുത്തടാ എന്ന് പറഞ്ഞ പോലെ ജീവിതം രാവിലെ കൃതാർത്ഥമാക്കാൻ നമുക്ക് സാധിക്കുന്നു. അതെ.